إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിലെ നന്മകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, ഒരു നന്മയും നിങ്ങൾ നിസാരമായി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലിഖിൻ, സ്വന്തം സഹോദരനോട് പുഞ്ചിരിക്കുന്നത് പോലും നന്മയാണ്, സ്വദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചു വന്നത് ആ ഒരു ചെറിയ കാര്യം വരെ പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെയെല്ലാം പരിശുദ്ധ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. അത്തരം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നതിലൂടെ പരലോകത്ത് സ്വർഗം കരഗതമാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു മുസ്ലിം ചെയ്യേണ്ട നന്മകൾ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ ആയിരക്കണക്കിന് നന്മകളെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ജനിച്ചതു മുതൽ അയാളുടെ മരണം വരെ, അതേപോലെ തന്നെ ഒരു ദിവസം ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ചെറുതും വലുതുമായ
ഒരുപാട് നന്മകൾ നമുക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ സലാം പറയുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെറിയവരോടും അതേപോലെ തന്നെ വലിയവരോടും ഒരു സദസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും ആ സദസ്സിൽ നിന്ന് ഇപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മക്കളോട് ഒക്കെ സലാം പറയാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. പരിശുദ്ധ ഇസ്ലാമിലെ നന്മകളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് സലാം പറയുക എന്നത്. നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മുടെ സംസാരം ആരംഭിക്കേണ്ടത് സലാം കൊണ്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. നമുക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടായാൽ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നവരാണ് നിങ്ങളിലെ ഏറ്റവും വലിയ ഉത്തമനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. നമുക്കിടയിൽ അകൽച്ചകളില്ലാതിരിക്കാൻ, അതേപോലെ തന്നെ ആളുകൾ പരസ്പരം സാഹോദര്യത്തോടെ ഇഷ്ടത്തോടെ ജീവിക്കണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അഫ്ശുസ്സലാമ ബൈനകും, നിങ്ങൾക്കിടയിൽ സലാം പറയുന്നതിനെ വ്യാപിപ്പിക്കണമെന്നാണ്. അതിന്റെ മഹത്വങ്ങൾ വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു. നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട ഹദീസായിരിക്കും. അദ്ദേഹം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ സദസ്സിലേക്ക് പ്രവേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾക്ക് 10 പ്രതിഫലമുണ്ട്. അല്പസമയത്തിന് ശേഷം വേറൊരു സഹാബി പ്രവേശിക്കുകയാണ്. അദ്ദേഹം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അയാൾക്ക് 20 പ്രതിഫലമുണ്ട്. വീണ്ടും മറ്റൊരു സ്വഹാബി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ സദസ്സിലേക്ക് പ്രവേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അയാൾക്ക് 30 പ്രതിഫലമുണ്ട് എന്ന്. നമ്മളൊക്കെ നിസാരമായി കാണുന്ന നന്മകളിൽ വരെ പരിശുദ്ധ ഇസ്ലാം വളരെയധികം പ്രതിഫലങ്ങളാണ് നമുക്ക് ഓഫറായിട്ട് നൽകുന്നത്. അത്തരത്തിലുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സംസാരങ്ങളിലും അതേപോലെ തന്നെ പ്രവർത്തികളിലുമൊക്കെ ഇസ്ലാമികപരമായ വാക്യങ്ങൾ, അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള സ്മരണകൾ കടന്നു വരേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമ്മളുള്ള അത്ഭുതം കാണുകയാണ് എങ്കിൽ, നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ കാണുകയാണ് എങ്കിൽ മാഷാ അല്ലാ എന്ന് പറയണമെന്നാണ്. അതേപോലെ തന്നെ അല്ലാഹു അക്ബർ, നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യത്തെ കാണുകയാണ് എങ്കിൽ അവൻ അല്ലാഹു അക്ബർ എന്ന് പറയട്ടെ. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനായ അല്ലാഹു എത്ര വലിയവനാണ്. അങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മുടെ സംസാരങ്ങളിൽ ഉപയോഗിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഒരു മനുഷ്യൻ തുമ്മിയാൽ അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഏതൊരു നല്ല കാര്യവും അവൻ ആരംഭിക്കേണ്ടത് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടാണ്. നമ്മുടെ കാറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, നമ്മുടെ ജോലിക്ക് പോകാൻ വേണ്ടി വാഹനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ അവൻ ബിസ്മില്ലാഹ് എന്ന് പറയട്ടെ. ഏതൊരു നല്ല കാര്യവും ബിസ്മി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. കോട്ടവായി ഉണ്ടായാൽ അവൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മരണ വാർത്ത നിങ്ങൾ കേട്ടാൽ, ഒരു അപകടം നിങ്ങൾ കാണുകയാണെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിന്മ പ്രവേശിച്ചാൽ അസ്തഗ്ഫിറുല്ലാഹ്, പടച്ച റബ്ബേ എനിക്കതിനെ നീ പൊറുത്തു തായോ എന്നവൻ അവന്റെ സംസാരങ്ങളിൽ പ്രയോഗിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം ഏറ്റെടുക്കുകയാണ് എങ്കിൽ അവൻ ഇൻഷാ അല്ലാഹ് എന്ന് അവന്റെ സംസാരത്തിന്റെ കൂടെ കൂട്ടിച്ചേർക്കട്ടെ. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നമുക്കൊരു സഹായം നൽകിയാൽ അല്ലെങ്കിൽ ഒരു സമ്മാനം നൽകിയാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജസാക്കുമുല്ലാഹ് എന്ന് പറയട്ടെ എന്നാണ്. ഒരു കാര്യത്തിലേക്ക്, ഒരു ബിസിനസ്സിലേക്ക്, ഒരു കച്ചവടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് അവൻ പ്രവേശിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ നമ്മുടെ സംസാരങ്ങളിലെല്ലാം അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള സ്മരണകൾ ഏതൊരു മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിലും അത്തരത്തിലുള്ള അറബി വാക്യങ്ങൾ, പ്രാർത്ഥനകൾ നമ്മുടെയൊക്കെ സംസാരങ്ങളിൽ ഉണ്ടാകണം. അതെല്ലാം നന്മയാണ്, അതിന് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ നന്മകളിൽപ്പെട്ടതാണ് നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളത്. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കണം നമ്മൾ. ചില ആളുകളുടെ സ്വഭാവമുണ്ട്, പലപ്പോഴും നമ്മളൊക്കെ പറയും അവന്റെ സ്വഭാവം കൊണ്ട് അവന്റെ ജീവിതത്തിലേക്ക്, അവന്റെ ഒരു കാര്യത്തിലേക്ക് അടുക്കാൻ വരെ പറ്റൂല. നമ്മളൊക്കെ പറയുന്ന കാര്യം, നമ്മുടെ സ്വഭാവം നന്നാക്കിയിട്ടില്ല എങ്കിൽ ജനങ്ങൾ വെറുക്കും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ, നമ്മുടെ കുടുംബക്കാരായ ആളുകൾ, ജോലിക്കാരായ ആളുകൾ എല്ലാം നമ്മുടെ സ്വഭാവം ശരിയായിട്ടില്ല എങ്കിൽ വെറുക്കും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു എന്നാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, 10 കൊല്ലം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും പ്രവാചകരുടെ കൂടെ സേവകനായി ഞാൻ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിൽ പോലും ചേ എന്ന ഒരു വർത്തമാനം പോലും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന. നല്ല സ്വഭാവത്തിന്റെ ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടത്. നല്ല സ്വഭാവമാണ് എങ്കിൽ ആളുകൾ നമ്മെ ആകർഷിപ്പിക്കും, അതേപോലെ തന്നെ ജനങ്ങൾ നമ്മളിലേക്ക് അടുക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന. മാത്രവുമല്ല, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമമാരായിട്ടുള്ള ആളുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുക്കും അഖ്ലാഖൻ, നിങ്ങളിൽ ഏറ്റവും ഉത്തമമാരായിട്ടുള്ള ആളുകൾ നിങ്ങളിലെ സൽസ്വഭാവികളായ ആളുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അൻ അക്സരി മാ യുദ്ഖിലുൻ നാസൽ ജന്ന, പ്രവാചകരെ, ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ നന്മകളിൽപ്പെട്ട സൽക്കർമ്മം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അൽ ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവമാണ് എന്ന്. നമ്മുടെ സ്വഭാവം നന്നാക്കിയാൽ അതിനുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കും. ചില ആളുകളൊക്കെ സ്വന്തം മക്കളോട്, അതേപോലെ തന്നെ ജോലിക്കാരോട് വളരെ മോശമായ രൂപത്തിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ചില ആളുകളുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവ് മാത്രം പറയുന്ന ആളുകൾ. ഇപ്പൊ നമ്മുടെ മഹല്ലിൽ ഒരു പരിപാടി എടുക്കും, അപ്പൊ അതിന്റെ അഭിപ്രായം ചോദിച്ചാൽ അയാൾ അതുമായി ബന്ധപ്പെട്ട് നെഗറ്റീവായ കാര്യങ്ങളാ പറയൂ. നമ്മളെപ്പോഴും ഒരു മുസ്ലിമിനെ പറ്റി പറയാ അവൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആളായിരിക്കണം. ഏതൊക്കെ നന്മയുണ്ടോ ആ നന്മകളെല്ലാം അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണ് എങ്കിൽ, നമുക്കതിലൂടെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എങ്കിൽ അതിനെ നെഗറ്റീവ് അടിക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതാണ് ഒരു മുസ്ലിമിന്റെ ഗുണം എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ സൽസ്വഭാവം അവന്റെ ജീവിതത്തിലെ സ്വർഗം കരഗതമാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മകളിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. ആളുകളോട് സംസാരിക്കുമ്പോ, ഇടപഴകുമ്പോ, അതുപോലെ നമ്മുടെ വീട്ടിലെ ആളുകളോട്, കുടുംബക്കാരോട്, സമൂഹത്തോട് നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും സംസാരവും എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ അമലുകളെല്ലാം ബാത്തിലായി പോകാൻ ദുസ്വഭാവം കാരണമായി തീരുമെന്ന്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു നന്മയായി നമ്മെ പഠിപ്പിച്ചത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാട്ടിലെ അവന്റെ പള്ളിയുമായി അവന് ബന്ധമുണ്ടാകണമെന്നാണ്. ഇസ്ലാം ആരാധനാലയങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. പള്ളിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ നന്മകൾ നമ്മൾ ചെയ്താലും അതിനെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലം ഉണ്ടെന്ന്. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു പള്ളിയിൽ അംഗങ്ങളായിരിക്കും, അതേപോലെ തന്നെ വരിസംഖ്യ കൊടുക്കുന്ന ആളുകളായിരിക്കും. ചില ആളുകൾ
ആ പള്ളിയുമായിട്ട് അവന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ജുമക്ക് വരൽ മാത്രമാണ്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭവനമാണ്. അതിലെ ഒരു കരട് നീക്കുന്നതിന് വരെ പടച്ച റബ്ബിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. 5 നേരം ജമാഅത്ത് നിസ്കാരത്തിന് നമ്മൾ പള്ളിയിൽ വരണം. ആ പള്ളിയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം പങ്കാളിയാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ മഹല്ലും പള്ളിയുമായിട്ട് നല്ല നിലക്കുള്ള ബന്ധം ഉണ്ടാവും. ചില ആളുകൾ പള്ളിയായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവും. അവരുടെ വളർന്നു വരുന്ന മക്കളും അതുപോലെയായിരിക്കും. നമ്മുടെ മക്കളെ ജമാഅത്ത് നമസ്കാരങ്ങളിലേക്ക് നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ അവരെ കൂടെ കൂട്ടാൻ നമുക്ക് സാധിക്കും. പള്ളിയിലെ നന്മയുടെ പ്രോഗ്രാമുകളിൽ കുടുംബസമേതം പങ്കെടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണ് പള്ളിയുമായിട്ടുള്ള ബന്ധം. സ്വഹാബികളായ ആളുകൾ അവർ ഒരു യാത്ര കഴിഞ്ഞാൽ വന്നാൽ പോലും 2 റക്അത്ത് പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടാണ് അവർ അവരുടെ വീട്ടിലേക്ക് പോയിരുന്നത് എന്ന്. ജീവിതത്തിൽ ഒരു ഒഴിവ് വേളകൾ ഉണ്ടായാൽ പള്ളിയുമായി ബന്ധപ്പെട്ട് നന്മകൾ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തിയവരായിരുന്നു സ്വഹാബികളായ ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ മുഴുവൻ ആളുകളെയും അല്ലാഹു തആല മഹ്ശറ വൻസഭയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി. അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഒരു ചാണിനും ഇതിങ്ങനെ കത്തിജ്വലിക്കുകയായിരുന്നു. ആളുകൾ അല്പം വെള്ളം ലഭിച്ചിരുന്നെങ്കിൽ, ഒരു തണൽ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ആഗ്രഹിച്ചു പോകുന്ന സമയം അന്ന് 7 വിഭാഗങ്ങൾക്ക് അല്ലാഹു അവന്റെ സിംഹാസനത്തിന്റെ തണൽ നൽകും. ആ സന്ദർഭത്തിലെ ഏറ്റവും വലിയ ആശ്വാസമായിരിക്കും അത്. ആ 7 വിഭാഗങ്ങളിലെ ഒരു വിഭാഗം റജുലുൻ മുഅല്ലഖും ബിൽ മസാജിദ്, ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തെ പള്ളിയുമായി ബന്ധപ്പെടുത്തിയവനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, പള്ളിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ പള്ളിയുമായി അതിനെ പരിപാലിക്കുക, സേവിക്കുക, അതിനുവേണ്ടി നന്മകൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടപ്പാടാണ്. അത് അള്ളാഹുവിന്റെ ഭവനമാണ്, അതിനെനിക്ക് പ്രതിഫലം ലഭിക്കും എന്ന ആ ഒരു ആഗ്രഹത്തോടു കൂടി പള്ളിക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മറ്റൊരു നന്മയാണ് പ്രാർത്ഥന എന്നുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാകും. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്ന ആളുകളും ഒരു ബുദ്ധിമുട്ടും പരീക്ഷണം ഉണ്ടാകുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന് സമയവും സന്ദർഭവുമില്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് ഉദ്ഉനി അസ്തജിബു ലക്കും, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നിങ്ങൾ എന്നോട് പറയുക, എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്നാണ്. നമ്മളിൽ എത്ര ആളുകൾ നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ട്? നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിരവധിയാണ്. അതിൽ പരലോകവുമായി ബന്ധപ്പെട്ടതുണ്ടാകും, അതേപോലെ തന്നെ ഇഹലോകവുമായി ബന്ധപ്പെട്ടതുണ്ടാകും. ആ കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ റബ്ബിനോട് പറയാൻ, നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ദൂരീകരിച്ചു തരാൻ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ നമ്മളൊക്കെ പലപ്പോഴും സംസാരങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ്. ഒന്ന് പ്രാർത്ഥിച്ചാൽ വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെയായിരുന്നു. ആ രൂപത്തിൽ ധാരാളക്കണക്കിന് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാമിലെ നന്മകൾ എന്ന് പറഞ്ഞാൽ അത് ധാരാളക്കണക്കിനാണ്. ഒരു ഖുതുബ കൊണ്ടൊന്നും പറഞ്ഞു തീരാത്ത അത്ര നന്മകൾ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരന് നേരെ ആയുധം വരെ ചൂണ്ടാൻ പാടില്ല, അതുവരെ തിന്മയാണ് എന്ന്. നമ്മൾ ഒരു നല്ല വാക്ക് പറയുന്നത് വരെ
അതുവരെ സ്വതക്കയാണ്, അതിന് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ആ രൂപത്തിൽ ഓരോ ദിവസവും പരമാവധി തിന്മകളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് നന്മകളിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾക്കൊക്കെ പല തരത്തിലുള്ള രോഗങ്ങൾ ബാധിക്കാറുണ്ട്. രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണമാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളും നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കുടുംബക്കാരായ ആളുകളൊക്കെ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു രോഗം ബാധിച്ചു. അദ്ദേഹത്തിന്റെ സമ്പത്തും വേണ്ടപ്പെട്ട ആളുകളൊക്കെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു കൊണ്ടുപോവുകയുണ്ടായി. അങ്ങനെ വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ രോഗം നിലനിന്നു. പക്ഷേ ക്ഷമ കൈവിടാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ചികിത്സിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ ജീവിതം കഴിച്ചുകൂട്ടുകയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ രോഗം മാറുകയും നഷ്ടപ്പെട്ട എല്ലാ സൗഭാഗ്യങ്ങളും അല്ലാഹു തആല അദ്ദേഹത്തിന് തിരിച്ചു നൽകുകയും ചെയ്തത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരാം. ഇന്ന് രോഗം എന്ന് പറഞ്ഞാൽ പല പേരുകളിൽ പല രൂപത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഓരോ ദിവസവും കഴിയും തോറും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു രോഗം ഉണ്ടായാൽ അതിനെ ചികിത്സിക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും ആ രോഗം മാറുന്നതിനു വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്ന മാർഗദർശനം. മാത്രവുമല്ല, ഒരാൾക്കൊരു രോഗമുണ്ടായാൽ, അയാൾക്കൊരു പനി ബാധിച്ചാൽ, അവന്റെ ശരീരത്തിൽ ഒരു മുള്ളു തറച്ചാൽ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പരിചയപ്പെടുത്തിയത് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകുമെന്ന്. ഇപ്പൊ രോഗങ്ങളിൽ വരെ നന്മകളുണ്ട്. അത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു പരീക്ഷണമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, നമുക്ക് രോഗിയായ ഒരു സഹോദരൻ, ഒരു മുസ്ലിമായ സഹോദരൻ ഉണ്ട് എങ്കിൽ അവനെ സന്ദർശിക്കാനും അവൻക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും അവനു വേണ്ടി പ്രാർത്ഥിക്കാനും പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. രോഗികളെ സന്ദർശിക്കുമ്പോൾ നടത്തേണ്ട പ്രാർത്ഥനകൾ: അല്ലാഹുമ്മ റബ്ബൻ നാസി അദ്ഹബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅൻ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ എന്നിങ്ങനെയുള്ള ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ വരെ ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അത് ആർക്കും ഏത് പ്രായത്തിലും ഏത് സന്ദർഭത്തിലും വരാമെന്നാണ്. നമ്മുടെ ആരോഗ്യത്തിന്റെ സമയമാണ് നമ്മുടെ ആയുസ്സിലെ ഏറ്റവും സുന്ദരമായ സമയം. ഒരു രോഗവുമില്ലാതെ, ഒരു പരീക്ഷണമില്ലാതെ, ഒരു വേദനകളും സഹിക്കാതെ ജീവിക്കാൻ, ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആയുസ്സിലെ ഏറ്റവും സുന്ദരമായ നിമിഷം. ഇന്നും ചില ആളുകൾ നമസ്കരിക്കുമ്പോൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കസേരയിലൊക്കെ ഇരുന്നു കൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നടക്കാൻ പോലും സാധിക്കാത്ത ഒരുപാട് ആളുകൾ, അതേപോലെ തന്നെ ഷുഗർ, പ്രമേഹമുള്ള ആളുകൾ, ഒരു നല്ല ഭക്ഷണം പോലും തന്റെ ആയുസ്സിൽ കഴിക്കാൻ സാധിക്കാതെ
എല്ലാ ഭക്ഷണങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തന്റെ ആഗ്രഹങ്ങളെ വികാരങ്ങളെ ശമിപ്പിച്ചുകൊണ്ട് അങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. അതാണ് നേരത്തെ പറഞ്ഞത്, എപ്പോഴും രോഗങ്ങൾ വരാതിരിക്കാനും രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആയുസ്സിലെ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യമുള്ള സമയം. ആ സമയങ്ങളിലെല്ലാം പരമാവധി നന്മകളിൽ മുന്നേറാൻ, തിന്മകളിലേക്ക് പോകാതെ വലിയ വലിയ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് ഒരു സഹോദരന് നമ്മുടെ മഹല്ലിലെ നമ്മുടെ പ്രദേശത്തെ ഒരാൾക്ക് വലിയൊരു രോഗമുണ്ടായാൽ അവരെ സഹായിക്കാൻ ഒരുപാട് സന്നദ്ധ സംഘടനകൾ, അതേപോലെ തന്നെ ഒരുപാട് പ്രവർത്തകരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ സഹായിച്ച ആളുകളാണ് ഞാനും നിങ്ങളും. ഒരുപാട് കുട്ടികളുടെയൊക്കെ വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. സഹായങ്ങൾ കരഞ്ഞുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ, ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടങ്ങൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. ഇങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ട് റബ്ബേ പരീക്ഷിക്കല്ലേ എന്ന് നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. ആ രൂപത്തിൽ ഒരുപാട് സംഘടനകൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഒരു സഹോദരന് ഒരു രോഗം ഉണ്ടായാൽ അവനെ കൂട്ടത്തോടെ സംഘം ചേർന്നുകൊണ്ട് അവനെ സഹായിക്കുന്ന ഒരുപാട് പ്രവർത്തകരെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ കേരള നദുവത്തുൽ മുജാഹിദിന്റെ കീഴിലുള്ള ഒരു സംഘടനയാണ് IMB എന്നുള്ളത്. അതിന്റെയൊക്കെ പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. IMB എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും സൗജന്യമായി കൊണ്ട് നമ്മുടെ പ്രദേശത്ത് കോട്ടക്കലിൽ ആയിരക്കണക്കിന് ഡയാലിസിസ് രോഗികൾക്ക് ദിവസേന സൗജന്യമായി ചികിത്സകളും അതേപോലെ തന്നെ മരുന്നും നൽകി വരുന്നു. ഈ വരുന്ന 12-ാം തീയതി നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് കേരള നദുവത്തുൽ മുജാഹിദിന്റെ ഏറ്റവും വലിയ ഒരു മെഡിക്കൽ എയ്ഡ് സെന്റർ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ്. രോഗികൾക്ക് മരുന്നുകൾ സൗജന്യമായി നൽകുന്നതിനു വേണ്ടിയും അതേപോലെ തന്നെ പോളിയോ ബാധിച്ച് ഓട്ടിസം ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ചികിത്സകൾ, സൗജന്യ ചികിത്സകൾ നൽകിക്കൊണ്ടുള്ള ഒരുപാട് സെന്ററുകൾ ഇന്നും IMBക്ക് കീഴിൽ നടന്നു വരികയാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ IMBയിലെ ഒരുപാട് രോഗികളെ സഹായിക്കുന്നതിനു വേണ്ടി അവർ എല്ലാ വർഷവും ഒരു ദിവസം ഒരു ഫണ്ട് നടത്താറുണ്ട്. IMBയുടെ ഫണ്ട് ക്ഷണം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി വെള്ളിയാഴ്ച എല്ലാ മഹല്ലുകളിലും എല്ലാ ജില്ലകളിലും നടക്കാനിരിക്കുകയാണ്. കഴിയുന്ന രൂപത്തിൽ രോഗികൾക്ക് അത്താണിയാകാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന IMBക്ക് നൽകി അതിന് കരുത്തു പകരണം എന്ന് സൂചിപ്പിക്കുകയാണ്. രോഗമില്ലാതെ ജീവിക്കാൻ, ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ മുഴുവൻ ആളുകളും പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണ നിയന്ത്രണങ്ങൾ ഉണ്ടാകണം, അതേപോലെ തന്നെ എക്സസൈസുകൾ ഉണ്ടാകണം. ആ രൂപത്തിൽ രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രോഗം വരാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി തന്ന് നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നതാ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങൾക്കെല്ലാം ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാഥാ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാഥാ. അള്ളാഹുവെ, ഞങ്ങളിൽ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹുവെ, അവരുടെ പ്രയാസങ്ങളെയെല്ലാം ദൂരീകരിച്ചു കൊടുക്കണമെന്നാഥാ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, പണ്ഡിതന്മാരായ ആളുകൾ, അവരുടെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കണമെന്നാഥാ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നീ നിന്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നാഥാ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അസിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അസിർനാ മിനൻ നാർ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا